Hello guys, welcome to Nix Mojo. അപ്പോൾ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്, അതായത് പുതിയ പേരിട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ എടുത്തൊക്കെയാണ്. എല്ലാരും പ്രതീക്ഷിക്കുന്ന സാധനം തമ്മിൽ കണ്ടു കാണും, നമ്മുടെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ ജോളോ ചിപ്പ് എന്ന് കുറെ നാൾ കുറെ പേര് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനായിട്ട് എന്താ പറയാ, എനിക്ക് ഇതിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. സയന്റിഫിക് ആയിട്ട് ഒന്നും അറിയണ്ട. വേൾഡ്സ് ഹോട്ടസ്റ്റ് പെപ്പർ, അത്രേ ഉള്ളൂ. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചില പേര് കഴിക്കുന്നുണ്ട്, ചിലത് എരിവ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നുണ്ട്. ചിലർക്ക് ഒരു ഫീലും ഇല്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് ഷുവറായിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം, നമ്മുടെ വികാരം എന്താണോ അത് നമ്മൾ പറയും. എരിവാണെങ്കിൽ എരിവാണെന്ന് പറയും, എരിവില്ലെങ്കിൽ പറയും. ഇനി ബോധം കെടാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നമുക്ക് ബോധം കെട്ട് വീഴാനായിട്ടുള്ള നമ്മൾ അതിന്റെ കണ്ടാണ്. അതുപോലെ വീഴാണെങ്കിൽ കറങ്ങി എന്റെ മേലെ തന്നെ. പിന്നെ വെള്ളം പിന്നെ ഒരു കാര്യം, ചിലരെ പോലെ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. പച്ച വെള്ളം, അത്രേ ഉള്ളൂ. വെള്ളം അത് തന്നെയാണ് നമ്മുടെ മെയിൻ സാധനം. വെള്ളം കണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്, നോട്ട് ഫോർ ദ ഫെയിന്റ് ഓഫ് ഹാർട്ട്, നോട്ട് എവരിവൺ വിൽ എൻജോയ് ദ എക്സ്ട്രീം ഹീറ്റ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഈ ഹീറ്റ് താങ്ങണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈ കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണം. അതിന് കൈ കഴുകാനുള്ള കപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചു. കാരോലിന റീപ്പർ എന്ന് പറഞ്ഞ ചൈനീസ് പെപ്പറാണത്. ചൈനയിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന പെപ്പറാണ്. നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കാന്താരി മുളകിനെ വെച്ച് കമ്പയർ ചെയ്ത് തരാം. കാന്താരി മുളക്, അതായത് ഈ നമ്മുടെ ഈ മെഷർമെൻ്റ് ഒക്കെ സാധാരണ എടുക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ മീറ്റർ, സെൻറ്റിമീറ്റർ, കിലോഗ്രാം, അങ്ങനെയുള്ള കുറേ മെഷർമെൻ്റ് ഉണ്ട്. അതുപോലെ എരിവിനൊരു മെഷർമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് സ്കോവൈൽ ഹീറ്റ് യൂണിറ്റ്, അങ്ങനെ കണ്ട. അപ്പോൾ ഈ SHU കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാന്താരി മുളകിന് 50,000 മുതൽ 1,00,000 വരെയാണ് SHU യൂണിറ്റ്, അതായത് സ്കോവൈൽ ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എരിവിൻ്റെ അതിൻ്റെ കണക്ക്. ഇതിൽ യൂസ് ചെയ്യുന്ന കാരോലിന റീപ്പർ അതിന് പറഞ്ഞേക്കുന്നത് എത്ര, 1,40,000 അല്ല 14 ലക്ഷം മുതൽ 22 ലക്ഷം വരെയാണ് ഇതിൻ്റെ SHU എന്ന് പറയുന്നത്, സ്കോവൈൽ ഹീറ്റ് യൂണിറ്റ്. എനിക്ക് വലിയ പേടിയൊന്നും തോന്നുന്നുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. ഇല്ല, എനിക്ക് പേടിയായിട്ടൊന്നും ഇല്ല. എന്നാലും ഇതേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ ട്രൈ ചെയ്യണോ, കാരണം ലേഡീസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവൾക്കൊരു വാശി, ചാലഞ്ചിങ് മൈസെൽഫ്. ഞാൻ വണ്ടിയൊക്കെ താഴെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റൂമൊക്കെ ഇട്ടിട്ട് ഫുൾ തണുപ്പിച്ച് വെച്ചേക്കുള്ളൂ. അഥവാ ചൂട് എടുത്ത് ഓടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചിലപ്പോൾ നമ്മൾ മിസ്സാവും ഇടയ്ക്ക്. ഫോണിൽ റേഞ്ച് ഉണ്ട്, 101 കളിക്കുന്നുണ്ട്. 108 101 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ പറഞ്ഞ് ആലമ്പാകില്ല, അത് തിന്ന് കഴിക്കാം. ഒരെണ്ണേ കാണുള്ള സംഭവം. അപ്പോൾ അതിനെ 50-50 കുഞ്ഞു സാധനമാണ്, കുറച്ച് കട്ട് ചെയ്തത്, കുഞ്ഞു സിസേഴ്സ്. ഓക്കെ, നല്ല ഷേപ്പാണ്. ഈ ഷേപ്പ് നമ്മളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ തരുന്നുണ്ട്. ശവപ്പെട്ടിയാണ്. ശവപ്പെട്ടിക്കകത്ത് നല്ല ബ്ലഡിൻ്റെ കളറിൽ ഉള്ള ഒരു പാക്കറ്റാണ്. പാക്കിംഗ് ഒക്കെ കൊള്ളുന്നുണ്ട്, പക്ഷേ മെയ്ഡ് ഇൻ ഡൽഹിയാണ് കേട്ടോ. നമ്മുടെ ഡൽഹിയിലാണ് ഇതിപ്പം മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്തുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്ത് കാണാം. മറ്റേതിലൊന്നും കാണാം. ഒരൊറ്റ കാര്യമുള്ളൂ, എനി ലാസ്റ്റ് വേർഡ്സ്. ഓക്കെ, അപ്പം ഞാൻ കട്ട് ചെയ്യണം. നമ്മുടെ ഞാൻ പറഞ്ഞുതരാം, ഈ ഒടൻകൊല്ലി മുളകൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്മെൽ, ആ സ്മെല്ലിൽ അറിയാൻ പറ്റും എരിവ്. ഒരു അച്ചാറില്ല, അച്ചാറില്ല.
It was at this moment that he knew. He fucked up. എനിക്ക് മൂക്ക് തുമ്മാ പറഞ്ഞു. സീരിയസ്ലി ഇത് കണ്ണുമൊക്കെ സീരിയസ്ലി എന്ന് പറയുന്നത്. അപ്പൊ ശരി ബൈ, ഞാൻ പോണു. മോൻ കഴിയിട്ടു കാണുന്നില്ല, അതിനു മുമ്പേ പണി തുടങ്ങി. അപ്പോൾ കേട്ടിട്ട് ഭയങ്കര സാധനമാണ്, വേണം. കണ്ടവൻ നീതിയട്ടെ ജസ്റ്റ് അതിന്റെ മൂക്കിൽ ജസ്റ്റ് തട്ടി, അതാണ്. സോ ഗൈസ്, ഒരിക്കലും മണപ്പിക്കരുത് കേട്ടോ, പണി കിട്ടും. നല്ലപോലെ തുമ്മി ഇപ്പോഴും. അതൊന്ന് മാറിയിട്ട് നമുക്ക് കഴിക്കാം, വെള്ളമൊക്കെ തുറന്ന് വയ്ക്കാം. ഒന്നുമില്ല, ഏത് മുളകായിരുന്നാലും ഇപ്പം കുരുമുളകായിരുന്നാലും മൂക്കിൽ വലിച്ച പണി കിട്ടും. ശരിക്കും ഞാൻ തുമ്മാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നിറച്ചും മറ്റേ മസാല കണക്കിന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കളർ വന്നിട്ട് സിമെന്റിന്റെ കളറാണ്. ശരിക്കും ഇതിന് പുറത്തുകൂടാ മുളകിന്റെയും മസാലയുടെ കാരണം നിങ്ങൾക്ക് കളർ കാണാൻ പറ്റും തോന്നുന്നു. ഒരുമാതിരി സിമെന്റ് കളറാണ്. ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് നിനക്ക് വേണമെങ്കിൽ അച്ചാറിട്ട് പോയി, അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയുണ്ട്. എൻ്റെ കണ്ണിലും തട്ടിത്തരാം. ഓക്കെ, സമൂസ ഷേപ്പാണ് അത്. ജസ്റ്റ് സമൂസ മാസ്ക് എങ്ങനെ വെക്കണം? ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കറക്റ്റ് മുറിച്ചിട്ടുണ്ട്. അത് കളയണ്ട, കേട്ടോ. കറക്റ്റ് പീസ് ഒരുവിധം അളന്ന് മുറിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് മുറിക്കാൻ പറ്റില്ല, ചുണ്ടിൽ തട്ടാതെ നമുക്ക് വായിൽ വയ്ക്കാം. ഈ കയ്യിൽ ഈ നിൽക്കുന്ന പൊടി ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആദ്യമേ തുടച്ച് കളയുക. കണ്ണിലൊന്നും വെച്ച് തേച്ച് കളയില്ല. എനിക്ക് ഈ സൈഡ്, കണ്ണിന്റെ ഈ സൈഡ് നമ്മൾ അതിന് മുമ്പ് കണ്ടല്ലോ, അല്ല രണ്ടുപേരും കണ്ടല്ലോ. ഇനി ഇതിന് ശേഷം നമ്മുടെ കോല എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 1 2 3 ചുണ്ടിൽ തട്ടാതെ. എരിവുണ്ട്. വെള്ളം കുടിച്ച് ഇറക്കിയല്ലോ നമുക്ക്. നല്ല പുകച്ച ഇക്കളെടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നല്ല എരിവാണ്. സംസാരിക്കണ്ട. ഈ ഭാഗത്ത് നല്ല പുകച്ചിലുണ്ട്, നാക്ക് നല്ലതായിട്ടുണ്ട്. നമ്മൾ ഈ കഴിച്ച ആ ഒരു, അതായത് ഈ മസാല നാക്കിൽ തൊട്ട ആ ഒരു ഭാഗം, ഈ ഭാഗം കത്തുന്നു. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ തൊണ്ടയുടെ ഭാഗത്ത്, നല്ല എരിവ് പുകച്ചിലാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാലോ, നമ്മൾ ഈ നിൽക്കുന്നില്ലേ, ഈ ഇപ്പം നമ്മൾ രണ്ടുപേരും നിൽക്കുന്നുണ്ട്, ഈ ഒരു എരിവ് തന്നെയാണ് ശരിക്കും. അല്ലാതെ അതില്ല, അത് ശരിക്കും ഇല്ല. നമ്മളിപ്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് നോ പ്രോബ്ലം. എരിവുണ്ട് ശരിക്കും. ഒരു കാന്താരി മുളകിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എരിവാണ്. പക്ഷെ എന്നാലും നമുക്ക് മലയാളികൾക്ക്, കേരളക്കാർക്ക്, അല്ലെങ്കിൽ പോട്ടെ സൗത്ത് ഇന്ത്യക്കാർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളാണ്. എന്നാൽ പുഞ്ചക്കരിയിലൊക്കെ പോയപ്പോൾ കാണാമല്ലോ, എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ വീട്ടിലും കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോഴൊക്കെ എരിവ് പറഞ്ഞുണ്ട്.
ഇവിടെ വന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലാത്തിലും എരിവ് കൂടിപ്പോയി. ഇവിടെ ഉള്ളവർക്ക് എരിവ് പിടിക്കത്തേ ഇല്ല. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് 2 മരുമക്കൾക്ക്, എനിക്കും ചേച്ചിയുടെ ഹസ്ബൻഡിനും നിധിയേട്ടൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനും എരിവിൻ്റെ ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ മധുരമതിൻ്റെയൊക്കെ ആൾക്കാരാണ്. പക്ഷെ എനിക്കതുകൊണ്ട് ഇത്തിരി പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ല എൻ്റെ സ്ഥലത്ത് വേറെ പെമ്പിള്ളേരൊന്നും എനിക്കറിയാം, നല്ല പുകച്ചിലാണ്, ഓടിക്കളയും. മുഖം കഴുകുന്നെങ്കിൽ കഴിയും, ജസ്റ്റ് കഴുകിയിട്ട് വാ, ഞാൻ ഇവിടെ നിന്ന്. കാരണം പൊടി അടിച്ചു കാണും. കണ്ണൊക്കെ നല്ല കലങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ഫെയിലായെന്ന് ഞാൻ പറയുന്നില്ല, ജോളച്ചിപ്പ് നമ്മൾ ഫെയിലാക്കിയെന്ന് പറയുന്നില്ല. എന്നാലും ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഇഷ്യൂ ഒന്നുമില്ല. ഫിസിക്കലി നോ പ്രോബ്ലം, ഹെൽത്തി കുഴപ്പമില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം കഴിച്ച സമയത്തുള്ള ഒരു പ്രശ്നം മാത്രമേ. ഏകദേശം ഇനിയുണ്ട്, ബാക്കി ഇനിയുണ്ട്. നമ്മൾ വേറെ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഇത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, ഡീലബിൾ ആണ്, നല്ല രീതിയിൽ ഡീൽ ചെയ്ത് വിടാന്നുള്ള കേസാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജോള ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്. ഓക്കെ, ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്കൊന്നും കൊടുത്തില്ല, കാരണം നമ്മുടെ ആ ഒരു അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെയാണ്. പിന്നെ നിധിയേട്ടൻ പെട്ടെന്ന് വേർക്കുന്ന കൂട്ടത്തിലാണ്, അതാണ് വേർത്തതും. എനിക്ക് വേർത്തത് ചൂടടിച്ചാലും എരിവ് കഴിച്ചാലും ഒക്കെ ഞാൻ വേർക്കും, അതുകൊണ്ട് ഇതാണ് പിന്നെ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോ വേറെ എന്തെങ്കിലും ചലഞ്ചോ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ട്രാവലോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കമന്റ് സെക്ഷനിൽ ഇടേണ്ടതാണ്. എന്താണ് അടുത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് വീഡിയോ എന്താണ്, എന്തും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് ടൈപ്പ് വീഡിയോ നമ്മൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയെ കുറിച്ചോ ഷിപ്പിനെ കുറിച്ചോ എന്ത് ഡീറ്റെയിലോ ചോദിക്കാം, എന്ത് വേണോ കമന്റ് സെക്ഷനിലോ ഒന്ന് ചോദിക്കാം. അതിന് എന്തിനെ പറ്റിയെങ്കിലും വീഡിയോ ചെയ്യുന്നതുണ്ടെങ്കിൽ അതും ചോദിക്കുക, അതും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നിക്സ് മോജയിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ എന്താ പറയുക സക്സസ് ആക്കി എടുത്തിട്ടുണ്ട്, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കണ്ണിൽ കൂടെ ഒരു പുക പോയി, അത് മോങ്കയാണ്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിധിയേട്ടനെ കവർ ഇങ്ങനെ ആക്കിയപ്പോഴത്തേനും മൂക്കിൽ തട്ടി, കണ്ണിന്റെ അവിടെ അത് ഞാൻ എന്നിട്ട് കണ്ണിന്റെ അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചായിരുന്നു, അതാണ് സീൻ. അപ്പൊ അത് തണുത്തുള്ളിട്ട് കഴി കഴിഞ്ഞാൽ മാറും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ശ്രീലക്ഷ്മി നിതിൻ മോഹൻ സൈനിങ് ഓഫ് ഫ്രം നിക്സ് മോജ്. ബൈ.